ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള KFC ചിസ്സ റെസിപ്പിയാണ്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇത് കഴിക്കാനായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം, എളുപ്പമാണ്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 1 കിലോ ചിക്കൻ്റെ ബ്രസ്റ്റാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. മുള്ളില്ലാത്ത പീസാണ്. അപ്പോൾ അത് ഇതുപോലെ തിന്നായിട്ടൊന്ന് സ്ലൈസ് ചെയ്ത് വെക്കാം. ഇതിപ്പോൾ നല്ല തിന്നായിട്ട് സ്ലൈസ് ചെയ്ത് എടുത്തിട്ടുള്ള ചിക്കനാണ്. ഇതിപ്പോൾ ക്ലീൻ ചെയ്ത് വെള്ളമൊക്കെ വാർന്നെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനി ഇതിലോട്ട് 2 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. പിന്നെ അതുപോലെ 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് 1 ടീസ്പൂണ് കുരുമുളക് പൊടി, അതുപോലെ 1 ടേബിൾ സ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, രണ്ടും കൂടെ മിക്സ് ചെയ്തത്. പിന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂണോളം വിനീഗർ ചേർത്ത് കൊടുക്കാം. അതുപോലെ കുറച്ച് ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് 1 മണിക്കൂർ നേരം മാറ്റി വെക്കാം. അപ്പോൾ 1 മണിക്കൂർ നേരം മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള ബാക്കി കാര്യങ്ങൾ കൂടി നോക്കാം. ഇനി നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് 1/2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. അതുപോലെ 2 ടേബിൾ സ്പൂണ് കോൺഫ്ലവർ, പിന്നെ 1/2 ടീസ്പൂണ് ഓനിയൻ പൗഡർ, അതുപോലെ 1/2 ടീസ്പൂണ് പെരുംജീരകം വറുത്ത് പൊടിച്ചത്, അതും കൂടെ 1/2 ടീസ്പൂണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലോട്ട് 1/2 ടീസ്പൂണ് ഗരം മസാല പൗഡർ, അതുപോലെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളിത് KFC ചിക്കനൊക്കെ ചെയ്യുന്നില്ല, ആ ഒരു രീതി തന്നെയാണ് കേട്ടോ. ഞാൻ ഈ അടുത്ത് അപ്ലോഡ് ആക്കിയിട്ടുണ്ടായിരുന്നു KFC ചിക്കന്. ഇതിപ്പോൾ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആ ഒരു ചിക്കന് 1 മണിക്കൂർ ആയതിനു ശേഷം നമ്മൾ ഇതുപോലെ ഈ ഒരു പൊടിയിൽ നല്ലോണം ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കുക. 2 സൈഡും നല്ലോണം ഒന്ന് കോട്ടിങ് ചെയ്തെടുക്കുക കേട്ടോ. ഇതുപോലെ കോട്ടിങ് ചെയ്തിട്ട് മാറ്റി വെക്കുക. ഓരോ ചിക്കനും ഇതുപോലെ തന്നെ ചെയ്യുക. അപ്പോൾ മൊത്തം കോട്ടിങ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് 1/2 മണിക്കൂർ നേരം ഇതുപോലെ മാറ്റി വെക്കണം. ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട കേട്ടോ, പുറത്ത് തന്നെ വെച്ചാൽ മതി. അപ്പോൾ ഈ ഒരു സമയം നമുക്കിതിലേക്കുള്ള ബാക്കി കാര്യങ്ങൾ കൂടി നോക്കാം. അപ്പോൾ ഒരു ബൗളിലോട്ട് 1/2 കപ്പ് പാൽ ചേർത്ത് കൊടുക്കാം. അതുപോലെ 1 മുട്ട, അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ചൊരു 1/4 ടീസ്പൂൺ ഉപ്പും അതുപോലെ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ഇതിലോട്ട് കോട്ടിങ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കോൺഫ്ലെക്സ് വേണം. അപ്പോൾ ഇത് കൈകൊണ്ട് തന്നെ ഇതുപോലെ ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്ത് വെക്കുക. ഇത് നമുക്ക് കോട്ടിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ ചിക്കൻ ഓൾറെഡി 1/2 മണിക്കൂർ നേരം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു കോട്ടിങ് ചെയ്ത ചിക്കന് നമ്മൾ ജസ്റ്റ് ഈ ഒരു പാലിൽ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കുക. നല്ലോണം ഡിപ്പ് ചെയ്യുക കേട്ടോ. എന്നിട്ട് ഈ ഒരു കോൺഫ്ലെക്സിൽ കോട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ 1-2 ചിക്കൻ ഇതുപോലെ ജസ്റ്റ് പാലിൽ ഡിപ്പ് ചെയ്തിട്ട് പിന്നെ നമ്മുടെ ഈ ഒരു കോൺഫ്ലെക്സിൽ ഒന്ന് നല്ലോണം കോട്ടിങ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ കയ്യൊക്കെ ഒന്ന് തുടച്ചിട്ട് കോട്ടിങ് ചെയ്തെടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കയ്യൊക്കെ ഒന്ന് ഡ്രൈ ആക്കിയിട്ട് അപ്പോൾ ഇതുപോലെ നന്നായിട്ട് തന്നെ കോട്ടിങ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതുപോലെ എല്ലാ ചിക്കനും ചെയ്തിട്ട് ചൂടായ എണ്ണയിൽ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ എണ്ണ നല്ല ചൂടായിട്ടുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഒരു സൈഡ് ചെറുതായിട്ട് ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഇത് ആയിട്ടുണ്ട്. 2 സൈഡും ലൈറ്റ് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് മാറ്റാം. ഞാൻ പറഞ്ഞ പോലെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതിപ്പോൾ പാകത്തിനായിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബാക്കിയുള്ള ചിക്കനും കൂടെ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ നമുക്കിത് ഇതുപോലെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. പിന്നെ നമുക്കിത് ചിസ്സ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ട്രേയിൽ ചിക്കൻ പീസ് ഇതുപോലെ നിരത്തി വെക്കാം. വലിയ ട്രേ ഒക്കെ ആണെങ്കിൽ നമുക്ക് കുറേ ചിക്കൻ പീസ് ഒരുമിച്ച് ഫ്രൈ ചെയ്ത ചിക്കൻ ഇതുപോലെ ഒരുമിച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിലോട്ട് ആദ്യം ടൊമാറ്റോ സോസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എല്ലാ ചിക്കൻ്റെ പീസിലും ഇതുപോലെ ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിൻ്റെ മുകളിലോട്ട് മൊസറല്ല ചീസ്, ഗ്രേറ്റ് ചെയ്ത് വെച്ച മൊസറല്ല ചീസ് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലോട്ട് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച സവാള, അതുപോലെ തക്കാളി, പിന്നെ ക്യാപ്സിക്കം,
ഇത് മൂന്നും കൂടെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചത് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. എല്ലാ ചിക്കൻ പീസിലും ഇതുപോലെ തന്നെ സെയിം ഇതുപോലെ തന്നെ ചെയ്യുക. ഇനി ഇതിൻ്റെ മുകളിലോട്ട് ഒലീവ് ഉണ്ടെങ്കിൽ ഇതുപോലെ സ്ലൈസ് ചെയ്തിട്ട് വെച്ച് കൊടുക്കുക. ഒരു 2-3 ഒലീവ് സ്ലൈസ് ചെയ്തത് ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ ഒഴിവാക്കാം കേട്ടോ. പിന്നെ അതുപോലെ കുറച്ച് ഒറിഗാനോ കൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സംഭവം പിടികിട്ടിയല്ലോ. നമ്മുടെ ആ ഒരു KFC ചിക്കൻ അതുപോലെ പിസ്സ ഇത് രണ്ടും കൂടെ ഒരുമിച്ചുള്ളതാണ് കേട്ടോ ഈ ഒരു ചിസ്സ എന്ന് പറയുന്ന. നല്ല ടേസ്റ്റ് ഉണ്ട്, ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയാൽ അറിയാം. അപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കുക. ഒരു 50 സെക്കൻഡ് മാത്രം ഒന്ന് ഓവനിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കുക. ഓവൻ ഇല്ലെങ്കിൽ ജസ്റ്റ് ഫ്രൈ പാനിൻ്റെ മുകളിൽ വെച്ചിട്ട് ചൂടാക്കിയെടുത്താലും മതി. 50 സെക്കൻഡ് മാത്രം, ജസ്റ്റ് ഈ ഒരു ചീസൊക്കെ ഒന്ന് മെൽട്ടായി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ടുള്ള ചിസ്സയാണ്. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ആ സബ്സ്ക്രൈബ് എന്ന് എഴുതിയിട്ടുള്ളതൊന്ന് ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.